ഓവൽ ടെസ്റ്റ് ആവേശകരമായി അന്ത്യത്തിലേക്ക് 374 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 6-ന് 339 റൺസ് എന്ന നിലയിൽ മോശം കാലാവസ്ഥ കാരണം മത്സരം താൽക്കാലികമായി നിർത്തിവെച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജോയ്മോൻ ജോസുണ്ട്. ജോയ്മോൻ, കാലാവസ്ഥ ചതിച്ചു അല്ലേ? തീർച്ചയായും അരുണ്യ, കാലാവസ്ഥയുടെ ഈ ഒരു മോശം കാലാവസ്ഥ ഇന്ത്യയെ സംബന്ധിച്ചൊരു വരം കൂടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഉയർത്തിയ 374 റൺസ് എന്ന വിജയലക്ഷ്യത്തിന് അരികിൽ ഇംഗ്ലണ്ട് എത്തിയിരിക്കുകയാണ്. അതായത് ഇംഗ്ലണ്ട് ഇനി വെറും 35 റൺസ് കൂടി മാത്രം മതി ഈ പരമ്പര സ്വന്തമാക്കാൻ. അതായത് നിലവിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലുള്ള ഈ പരമ്പരയിൽ അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 35 റൺസ് മാത്രം മതി വിജയത്തിലെത്താൻ. അപ്പോൾ ഇന്ത്യൻ ബോളേഴ്സിനെ സംബന്ധിച്ച് ഒരു വിശ്രമിച്ച് അതുപോലെ അതായത് ഇംഗ്ലണ്ടിൻ്റെ 6 വിക്കറ്റുകൾ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള 4 വിക്കറ്റുകൾ പിഴുതെറിയാൻ വേണ്ടി ഇന്ത്യൻ ബോളർമാർക്ക് വിശ്രമിക്കാൻ ഒരു അവസരം കൂടിയാണ്. എങ്കിൽ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ഇത്തരം ആവേശകരമായ ഒരു അന്ത്യത്തിലേക്കാണ് മത്സരം പോകുന്നത്. അതായത് പരമ്പരയിൽ നേരത്തെ പറഞ്ഞ പോലെ പരമ്പരയിൽ 2-1 മുന്നിലുള്ള ഇംഗ്ലണ്ടിനെ ഈ മത്സരത്തിൽ ഏത് വിധേനയും പ്പെടുത്താനാവും ഗില്ലും സംഘം ലക്ഷ്യമിടുക. അതായത് ഈ പരമ്പരയിലെ തോൽവി ഒഴിവാക്കാൻ ഇന്ത്യക്ക് ഇന്നത്തെ മത്സരത്തിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും സാധിക്കില്ല. അതായത് ഈ ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച വിജയലക്ഷ്യത്തിൽ ഒരിക്കൽ കൂടി ഇംഗ്ലണ്ട് തുണയായത് നമ്മുടെ ജോ റൂട്ടിൻ്റെ ഒരു പ്രകടനമാണ്. അതായത് ഇക്കുറിയും അതായത് ഈ 2ാം ഇന്നിംഗ്സിലും സെഞ്ചുറിയുമായി ജോ റൂട്ട് മികച്ചൊരു പ്രകടനമാണ് ഇംഗ്ലണ്ട് നിരയിൽ കാഴ്ചവെച്ചത്. അതായത് ജോ റൂട്ടിൻ്റെയും ഹാരി ബ്രൂക്കിൻ്റെയും ഒരു പാർട്ണർഷിപ്പാണ് അതായത് ഈ ഇന്ത്യക്ക് മേൽ ഇംഗ്ലണ്ട് ഒരു മേൽക്കൈ നേടിത്തന്നത്. അതുപോലെ തന്നെ ഇനി എടുത്തു പറയുകയാണെങ്കിൽ പിന്നെ നിരന്തരമായ ഇടവേളകൾ ഇന്ത്യൻ ബോളർമാർ വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും ഇനി ഇംഗ്ലണ്ടിനെ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ തിരികെ ഇന്ത്യക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കേണ്ടതായി വരും. കാരണം 4 വിക്കറ്റുകൾ ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമ്പോൾ ഒരു 35 റൺസ് മാത്രമാണ് അവർക്ക് മുന്നിലുള്ളൊരു കടമ്പ മറികടക്കാനായിട്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് ഈ മത്സരം നീങ്ങുന്നത്. അരുണ്യ, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജോയ്മോനാണ് വിവരങ്ങൾ നൽകിയത്.